വോട്ടെണ്ണൽ പുരോഗമിക്കവേ മുന്നണികളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ് ആദ്യ മണിക്കൂറുകളിൽ പുറത്തുവരുന്ന സൂചനകൾ. കാസർഗോഡ് ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടം തന്നെയാണ് നടന്നതെന്നാണ് ആദ്യ സൂചനകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നും ന്യൂസ് 18 കാസർഗോഡ് ജില്ലാ പ്രതിനിധി കെ വി ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുകയാണ്. കെ വി ബൈജു, എന്താണ് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? മുന്നണികളുടെ അവകാശവാദം പോലെയാണോ കാര്യങ്ങൾ? അതല്ല കാസർഗോഡ് ജില്ല പ്രതീക്ഷ ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കുമോ ഇത്തവണ ഉണ്ടാകുക? ബൈജു, ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം NDA മികച്ച തുടക്കം കാസർഗോഡ് നേടുന്നു എന്നതാണ്. അതായത് മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ കാസർഗോഡും വ്യക്തമായ ലീഡ് തുടക്കത്തിൽ തന്നെ NDAക്കുണ്ട്. BJP കെ സുരേന്ദ്രൻ 188 വോട്ടുകൾക്ക് മഞ്ചേശ്വരത്ത് മുന്നിലാണ്. അതേപോലെ തന്നെ കാസർഗോഡ് ML അശ്വിനി, കാസർഗോഡ് ജില്ലയിലെ ഏക വനിതാ സ്ഥാനാർത്ഥി കൂടിയായ ജില്ലാ അധ്യക്ഷ ML അശ്വിനി ലീഡ് ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റ് എണ്ണിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും മറ്റ് മണ്ഡലങ്ങളിലെ കണക്കുകളിലേക്ക് വന്നാൽ തൃക്കരിപ്പൂരിൽ UDF ലീഡ് ചെയ്യുന്നു എന്നാണ്. അട്ടിമറി വിജയത്തിലേക്കോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ലീഡ് നില മാറി മറിഞ്ഞേക്കാം. സന്ദീപ് വാര്യർ തുടക്കത്തിൽ ലീഡ് ചെയ്യുന്നു തൃക്കരിപ്പൂർ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം കാഞ്ഞങ്ങാടേക്ക് വന്നാൽ ആദ്യം മുതൽ തന്നെ, അതായത് തുടക്കം മുതൽ തന്നെ LDFിലെ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ CPI ലീഡ് നിലനിർത്തി പോകുന്ന ഒരു കാഴ്ചയാണ് കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഉദുമയിലാണ് മാറിയും മറിഞ്ഞും കൊണ്ട് ഈ പോസ്റ്റൽ വോട്ടിന്റെ ഒരു ഫലം പുറത്തു വരുന്നത്. അതായത് ആദ്യം തുടക്കത്തിൽ LDF ലീഡാണെങ്കിൽ പിന്നീട് UDF ലീഡ് നില ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു. CH കുഞ്ഞമ്പു, നിലവിലെ MLA CH കുഞ്ഞമ്പു CPM ലീഡ് ഉയർത്തുന്നു എന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വാശിയേറിയ മത്സരം കാസർഗോഡ് ജില്ലയിൽ നടന്നു എന്നതിന്റെ സൂചനയാണ് ആദ്യ ഫലങ്ങൾ. അതിൽ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇപ്പോൾ തുടക്കത്തിൽ BJPക്കാണ് കഴിയുന്നത്. മഞ്ചേശ്വരത്തും കാസർഗോഡും പ്രതീക്ഷിച്ചത് പോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം 2ാം സ്ഥാനത്താണ് മഞ്ചേശ്വരത്തും കാസർഗോഡുമെങ്കിൽ ഇപ്പോൾ 1ാം സ്ഥാനത്തേക്ക് ലീഡ് നില തുടക്കത്തിൽ ഉയർത്തി എന്നത് ഏറ്റവും പ്രധാനമാണ്. ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്ന 2 മണ്ഡലങ്ങളാണ് കാസർഗോഡും മഞ്ചേശ്വരവും. BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കും, വടക്കൻ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ. അതോടൊപ്പം മലബാറിൽ 2 സീറ്റുകൾ, അതായത് പാലക്കാട്ടും കാസർഗോട്ടും BJP കാണുന്ന മിക്ക സർവേകളും പ്രവചിച്ചിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലാണ് തുടക്കത്തിൽ, കൃത്യമായി പറയേണ്ടി വരും, തുടക്കത്തിൽ ലീഡ് നില. അത് പോസ്റ്റൽ ബാലറ്റാണ്. പോസ്റ്റൽ ബാലറ്റ് BJPയെയാണ് 2 മണ്ഡലങ്ങളിലും കൃത്യമായി ഒപ്പം നിന്നിട്ടുള്ളത്. പോസ്റ്റൽ ബാലറ്റ് ഒപ്പം നിന്നിട്ടുള്ളത് കാസർഗോഡും അതുപോലെ തന്നെ മഞ്ചേശ്വരത്തും BJPക്കൊപ്പമാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും പോസ്റ്റൽ ബാലറ്റാണ് ഇത് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ലീഡ് നില മാറി മറിഞ്ഞേക്കാം. നിലവിലെ അവസ്ഥ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്കായി പറയുന്നു. കാസർഗോഡ് മഞ്ചേശ്വരം NDA കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് ലീഡ് ചെയ്യുന്നു. കാസർഗോഡ് ML അശ്വിനി ലീഡ് ചെയ്യുന്നു. എന്തായാലും ഉദുമ വാശിയേറിയ മത്സരം നടന്ന ഇത്തവണ UDF എന്ത് വില കൊടുത്തും പിടിച്ചെടുക്കുമെന്ന അവകാശവാദം ഉന്നയിച്ച മണ്ഡലത്തിൽ ഇപ്പോൾ LDF ലീഡ് നിലനിർത്തുന്നു എന്നതാണ്. കാഞ്ഞങ്ങാടേക്ക് വന്നാൽ കാഞ്ഞങ്ങാടും LDF ലീഡ് ചെയ്യുന്നു. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ലീഡ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുടക്കം മുതൽ ആ വ്യക്തമായ ലീഡ് കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ LDFന് ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. തൃക്കരിപ്പൂറാണ് വാശിയേറിയ മത്സരം നടക്കുന്നത്. സന്ദീപ് വാര്യരുടെ വരവോടുകൂടി സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നു തൃക്കരിപ്പൂർ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ തൃക്കരിപ്പൂർ UDF ഏത് വിധേനയും പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത്. നമ്മൾ കണ്ടതാണ്. സംഘർഷങ്ങൾ പോലും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വോട്ടെടുപ്പ് ദിവസവും വലിയ തോതിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. അത്തരത്തിൽ കള്ളവോട്ട് നടന്നു എന്ന ആരോപണമൊക്കെ വരുന്ന മണ്ഡലമാണ്. ഏതായാലും കാസർഗോഡ് ജില്ലയിലെ നിലവിലെ ഒരു സ്ഥിതി ഇതാണ്. നമുക്കറിയാം SDPIയുടെ നിലപാട് മഞ്ചേശ്വരത്ത് എന്താണെന്നത് അറിയാം. LDF ഇനി എത്ര വോട്ട് പിടിക്കുന്നു എന്നത് മഞ്ചേശ്വരത്ത് നമ്മൾ കാണേണ്ടി വരും. അത് തീർച്ചയായിരിക്കും. LDF കൂടുതൽ വോട്ടുകൾ പിടിച്ചാൽ അത് തീർച്ചയായും BJPക്കായിരിക്കും ഗുണം ചെയ്യുക. BJPയുടെ നേരത്തെ കാലത്ത് മുതലുള്ള ആരോപണമാണ് BJPയെ തോൽപ്പിക്കാൻ LDF UDFന് വോട്ട് ചെയ്യുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ LDF KR ജയാനന്ദക്ക് വോട്ട് കൂടുതൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തീർച്ചയായും കെ സുരേന്ദ്രൻ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശ്വാസമായിരിക്കും. മാത്രമല്ല വലിയ വിജയപ്രതീക്ഷയിലേക്ക് പോകുന്നു എന്ന് പറയേണ്ടി വരും. ഏതായാലും നിലവിൽ മാറിയും മറിഞ്ഞു വന്നേക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു നിഗമനത്തിൽ ഇപ്പോൾ എത്താൻ കഴിയില്ല എന്ന് പ്രേക്ഷകർ ഓർമ്മിപ്പിച്ചോട്ടെ. ഇപ്പോഴത്തെ ഒരു ലീഡ് നില ഇതാണ്. 2 സീറ്റിൽ BJP കാസർഗോഡ് ജില്ലയിൽ ലീഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഏതായാലും വരും സമയങ്ങളിൽ തന്നെ കൂടുതൽ അപ്ഡേറ്റുകൾ നൽകുന്നതായിരിക്കും. ബൈജു.
എന്തായാലും KV ബൈജു നൽകുന്ന വിവരങ്ങളിൽ നിന്നും ശക്തമായ പോരാട്ടമാണ് കാസർഗോഡ് ജില്ലയിലെ ഓരോ മണ്ഡലങ്ങളിലും നടന്നതെന്നാണ് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിനായി കാസർഗോട്ടെ ജനങ്ങൾ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കവേ ഓരോ മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. അവസാന ലാപ്പിൽ കുതിപ്പ് നടത്തുവാനാകുമെന്ന ആത്മവിശ്വാസമാണ് അവർക്കുള്ളത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന കാസർഗോഡ് നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ കേരളം ഉറ്റുനോക്കുന്ന മഞ്ചേശ്വരത്തും ഉൾപ്പെടെ എന്ത് സംഭവിക്കും എന്ന കാര്യം അറിയുന്നതിനായി അടുത്ത മണിക്കൂറിൽ തന്നെ നമുക്ക് സാധിക്കും. കൂടുതൽ ഇലക്ഷൻ അപ്ഡേറ്റുമായി വീണ്ടും കാണാം. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഡിസൈൻസ്. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. Forever shine.